ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ കാർ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു സിവിക്കാണ്. നമ്മൾ റെഡ് കളറാക്കി വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇത് നമ്മൾ പബ്ലിക് സെർവറിൽ കയറിയപ്പോൾ നമുക്ക് വെറുതെ കിട്ടിയൊരു വണ്ടിയാണ്. നെക്സ്റ്റ് വണ്ടി അതേപോലെ കിട്ടിയതാണ്. ഓല് റിക്വസ്റ്റ് അയച്ചപ്പോൾ ഞാൻ അക്സെപ്റ്റ് കൊടുത്തതാണ്. വർക്കൊന്നും അറിയില്ലല്ലോ നമുക്ക്, അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇത് ഈ ഗെയിമിലുള്ള ഡെയിലി റിവാർഡ് നമുക്ക് കിട്ടുന്നതാണ്. എന്നും ഇങ്ങനെ ക്യാഷും കോയിനൊക്കെ കിട്ടും. അങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടുന്ന 2 കാറുകളാണത്. പിന്നെ ഇത് കൺവേർട്ടബിൾ കാറാണ്. ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്യാൻ പണിയെടുത്തതാണ്. ഇപ്പോൾ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല, സ്റ്റിക്കർ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു കേരള സ്റ്റൈൽ കാറിനെ പോലെ ഇതൊരു BM ആണ്. അങ്ങനെ വെറുതെ ചെയ്ത് വെച്ചൊരു ബ്ലൂ ബി എന്നൊക്കെ പേരൊക്കെ കൊടുത്ത് ചെയ്തൊരു സംഭവമാണ്. പിന്നെ ഇത് പഴയ ഒരു ബെൻസാണ്. ഇത് നമ്മൾ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇത് അതേപോലെ പബ്ലിക് സെർവർ നമുക്ക് കിട്ടിയതാണ്. ഇത് ഞാൻ ഗെയിമിൽ ഫസ്റ്റ് വാങ്ങിയൊരു വണ്ടിയാണ്. ഈ വണ്ടിയിലും വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കളറ് കണ്ടിട്ട് എടുത്തൊരു BM ആണ്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഇതിന് കോയിൻ കിറ്റൊക്കെ കയറ്റിയുണ്ടല്ലോ, സെറ്റാണ് ഈ വണ്ടി. പിന്നെ ഈ ഒരു വാൻ്റെ ഡോറ് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ തുറക്കേണ്ട കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്ത് നമ്മുടെ സിവിക്ക് ടൈപ്പ് R. ഈ വണ്ടിയും അത്യാവശ്യം അടിപൊളിയാണ്. പക്ഷേ ഇതിന് കോയിൻ കിറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വർക്കൊന്നും ചെയ്തില്ല. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു സുപ്രയാണിത്. ഇത് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തൊരു സുപ്രയാണ്. W16 എഞ്ചിനൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു പഴയ ബെൻസാണ്. ഈ ബെൻസിലും ഒരു വർക്കും ചെയ്തിട്ടില്ല, ചെയ്യണം. പിന്നെ നമ്മളെ സിവിക്കിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി വർക്കുണ്ട്. എന്തായാലും ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടും. പിന്നെ അടുത്ത വണ്ടി വരുന്നത് നമ്മളെ നിസ്മോ 350 ആണ്. അപ്പോൾ ഈ വണ്ടിയിൽ സ്ലാമിഡ് പോയി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യും. അടുത്തതായി നമ്മളെ സിൽവ ഡ്രിഫ്റ്റ് കാറാക്കാനെന്തോ നോക്കുന്നുണ്ട്. അടുത്ത് പിന്നെ ഇതൊരു ഇംഗ്ലീഷ് സിനിമയിലുള്ള ഒരു വണ്ടിയാണ്. ആ വണ്ടി ഞാൻ കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ നമ്മൾ ടൊയോട്ട ക്യാമറിയാണ്. ക്യാമറി അടിപൊളി വണ്ടിയാണ്, വേറെ വർക്കൊന്നുമില്ല. നമ്മളെ പോളോ അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ X7 ആണ്. X7 വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതിന്മേ വർക്ക് ചെയ്താൽ അടിപൊളിയായി, കാരണം നമ്മൾ ലോഗോ ഒക്കെ ചെയ്തിട്ടുണ്ട്, വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്കൊരു എക്സ്ചേഞ്ച് ഓഫറിൽ കിട്ടിയ ഒരു വണ്ടിയാണ്. ഇത് അത്യാവശ്യം അടിപൊളി ഓഫറിനൊക്കെ പറ്റിയ സെറ്റ് വണ്ടിയാണ്. പിന്നെ ഉള്ളത് നമ്മളെ M2 ആണ്. M2 ചെറിയ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ മസ്താങ് ഡ്രിഫ്റ്റ് കാറാക്കാൻ വെച്ചതാണ്. കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഫ്ലൈയിങ് സ്ക്വിറലാണ്. സ്ക്വിറൽ ഇങ്ങനെ കുറേ തപ്പിയിട്ട് കിട്ടിയൊരു വണ്ടിയാണ്. ഡ്രീം കാറാണ് എൻ്റെ, അത്യാവശ്യം അടിപൊളി വണ്ടി. പിന്നെ ഈ ഗെയിമിൽ സെക്കൻഡായി വാങ്ങുന്ന ഒരു BM ആണ്. ഇത് ഈഗിളിൻ്റെ പോലെ ആക്കാൻ നോക്കിയതാണ്. അടുത്ത് നമ്മളെ ഗ്യാങ്ങിൻ്റെ ട്രക്കാണ്. അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത ഒരു ട്രക്കാണ്. ബാക്കിൽ സ്കെൽട്ടൻ്റെ തലയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബസ്സും ഉണ്ട്. ബസ് ഇതാണ്, ലിവൈത്തൻ ഹോളിഡേയ്സ് എന്നാണ് പേര്. നമ്മളെ ബസ്സിൽ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു അടിപൊളി ബസ്സാണ്. അടുത്തത് പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു BMW ആണ്. ഈ വണ്ടീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മളെ M4 വർക്കൊന്നും ചെയ്തിട്ടില്ല, വർക്ക് ചെയ്യണം. പിന്നുള്ളത് നമ്മളെ i7 ആണ്. i7 അത്യാവശ്യം കളറൊക്കെ അടിച്ച് വെച്ചിട്ടുള്ളൂ, വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ M5 വർക്ക് കംപ്ലീറ്റ് ആണ്, നമ്മൾ ഇപ്പോൾ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഡോഡ്ജ് സീനാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡോഡ്ജാണ്. പിന്നെ നമ്മൾ ഡിഫൻഡർ നമ്മൾ ഓഫ് റോഡ് പോയി അതേപോലെ വെച്ചിക്കാണ്. വണ്ടി കേൾക്കാനൊന്നും ടൈം കിട്ടിയില്ല, അതേപോലെ വെച്ചിക്കാണ്. ഓഫ് റോഡിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഉള്ളത് നമ്മളെ പജേറോ കേട്ടോ. ഈ ഗെയിമിൽ എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് ഈ LC എടുത്ത് പജേറോ ആക്കൽ. അങ്ങനെ ഞാനും ആക്കിയിട്ടുണ്ട്. ഓഫ് റോഡിന് സെറ്റ് വണ്ടിയാണിത്. അടുത്തത് പിന്നെ ഉള്ള നമ്മളെ റാപ്റ്ററാണ്. റാപ്റ്ററും അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ആണ്. പിന്നുള്ളത് X ക്ലാസിൻ്റെ പഴയ മോഡലാണ്. ഇത്
വർക്കൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ ഉള്ള ഈ ജെറ്റ് കാർ, ഈ കാറ് ഒരു അന്യായ ലുക്കാണ്. ലുക്ക് മാത്രമല്ല, പക്ഷേ വണ്ടിക്ക് പവറൊന്നുമില്ല. പിന്നെ അടുത്ത ഇത് നമ്മളെ GTR നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ GTR നല്ല ഒരു വണ്ടി കൊടുത്ത് ഞാൻ എടുത്തതാണ് ഈ GTR. അത്യാവശ്യം നല്ലൊരു GTR. പിന്നെ നമ്മളെ പുതിയ ക്ലാസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇതിന് വർക്ക് ചെയ്യണമെന്നുണ്ട്. M5 ചെയ്തതുപോലെ നമ്മൾ കളർ അടിച്ചിട്ടല്ല, മറ്റേ ഗ്രാഫിക്സ് വർക്ക് ചെയ്യാനും. അടുത്തത് നമ്മൾ നവൻ ബ്രോൻ്റെ കണ്ട് എടുത്തതാണ്. അത്യാവശ്യം അടിപൊളി ബെൻസാട്ടോ, സീനാണ്. പിന്നെ ഉള്ളത് നമ്മളെ ജീപ്പ് കോമ്പസ്. ഇതിലും ഈഗിളിൻ്റെ പോലെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇതും നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഉള്ളത് നമ്മളെ M8 നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ബോണറ്റ് ഊരി വെച്ച് ബോഡി കിറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്ന ലംബോർഗിനി F4 ആണ്. ഈ വണ്ടി അടിപൊളിയാണ്. പിന്നെ ഉള്ളത് നമ്മളെ ജെസ്കോ ഇതേപോലെ ഗ്രീൻ ആക്കി വെച്ച് ഫ്ലാഗൊക്കെ വെച്ചിട്ടുള്ളൂ. അടുത്തത് നമ്മളെ ഹോണിഗണാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഗൈസ്.